കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച മലയാളികളുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് മമത മോഹൻദാസ്. അഭിനേത്രി എന്നതിനപ്പുറത്തേക്ക് ക്യാൻസർ അതിജീവിത കൂടിയാണ് മമത. തനിക്ക് 24-ാമത്തെ വയസ്സിലാണ് ഹോഡ്ജ്കിൻ ലിംഫോമ എന്ന ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതെന്ന് താരം പറയുന്നു. വളരെ കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയ ജീവിതത്തോട് തനിക്കിപ്പോൾ പാഷനാണെന്നും മമത കഴിഞ്ഞ ദിവസം വേൾഡ് ക്യാൻസർ ഡേയുടെ ഭാഗമായുള്ളൊരു പരിപാടിയിൽ പങ്കെടുത്തു പറഞ്ഞിരുന്നു. ഇവിടെ മമത മോഹൻദാസിനെ പോലെ ക്യാൻസറിനെയും എന്നാൽ വ്യക്തിജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികളെയും അതിജീവിച്ച മറ്റൊരു താരവുമുണ്ട്, ജുവൽ മേരി. ജുവൽ മേരിയുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, രോഗാവസ്ഥ, വിവാഹമോചനം തുടങ്ങിയ സംഭവങ്ങൾ പറഞ്ഞെത്തിയിരിക്കുന്നത് സംവിധായകൻ ആലപ്പി അഷ്റഫാണ്. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതുമെന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ നടിമാരെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ക്യാൻസറിനോട് പൊരുതുമ്പോഴും അഭിനയരംഗത്ത് സജീവമായിരുന്നു മമത. എന്നാൽ ജുവൽ മേരിയുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. ശബ്ദം പൂർണ്ണമായും നിലച്ചു പോയതും മുഖത്തുണ്ടായ രൂപമാറ്റങ്ങളും കാരണം ജുവലിന് സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു. വിവാഹമോചനത്തിനായി കോടതിയിലും കൗൺസിലിംഗ് സെന്ററുകളിലും കയറിയിറങ്ങേണ്ടി വന്നപ്പോഴുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണ് രോഗത്തിന് കാരണമായതെന്ന് താരം വിശ്വസിക്കുന്നതായും ആലപ്പി അഷ്റഫ് പറയുന്നു. ഭയമല്ല, മറിച്ച് ജാഗ്രതയാണ് രോഗത്തെ നേരിടാൻ വേണ്ടതെന്ന വലിയ പാഠമാണ് ജുവൽ സമൂഹത്തിന് നൽകുന്നതെന്നും ആ കഴിവിനെ ചേർത്തു പിടിക്കാൻ സിനിമാ ലോകം തയ്യാറാകണമെന്നും സംവിധായകൻ വെളിപ്പെടുത്തുന്നു. മമതയുടെയും ജുവലിന്റെയും അതിജീവനത്തിന്റെ കഥകൾ പലപ്പോഴും പ്രേക്ഷകരുമായി പങ്കിട്ടിട്ടുള്ളതുമാണ്. ഇവർ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. രണ്ടുപേരുടെയും വിവാഹബന്ധം വേർപ്പെടുന്ന സമയം ക്യാൻസർ എന്ന മഹാമാരിയുടെ കടന്നുവരവിന്റെ കാലയളവിലാണ്. ഇവിടെ മമത മോഹൻദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 18 കീമോയും ഒരു സർജറിയും നടക്കുന്ന സമയത്ത് പോലും അവർ അഭിനയരംഗത്ത് സജീവമായിരുന്നു. 2 കൺട്രീസ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ രഞ്ജിത്ത് പറഞ്ഞിരുന്നു, ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാനഡയിൽ നടക്കുമ്പോൾ അവർ അവിടെ നിന്ന് അമേരിക്കയിൽ പോയി കീമോ എടുത്ത ശേഷം തിരിച്ചു വരാറുണ്ടായിരുന്നു എന്ന്. എന്നാൽ ജുവൽ മേരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചികിത്സയ്ക്കായി പൂർണ്ണമായും സിനിമാ രംഗത്ത് നിന്ന് ഒഴിവായി നിൽക്കേണ്ടി വന്നു. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് തൈറോയ്ഡ് ക്യാൻസർ മൂലം ശബ്ദം പൂർണ്ണമായി നിലച്ചതും മുഖത്തുണ്ടായ രൂപമാറ്റവും ആണെന്നാണ്. മമത സിനിമയിലൂടെയും പിന്നണി ഗാനരംഗത്തിലൂടെയും ഒക്കെയാണ് പ്രശസ്തിയിൽ എത്തിയത്. മമത അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. പാടിയ പാട്ടുകൾ പലതും ഹിറ്റുകളുമാണ്. എന്നാൽ ജുവൽ മേരി ആകട്ടെ സിനിമയേക്കാൾ ഏറെ പ്രശസ്തയായത് അവതാരക എന്ന നിലയിലാണ്. ഏതാനും കുറച്ചു സിനിമകളിൽ മാത്രമേ ജുവൽ മേരിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മഴവിൽ മനോരമയിലെ ഡാൻസ് റിയാലിറ്റി ഷോയായ D4 ഡാൻസിലൂടെയാണ് അവതാരകയായിട്ടുള്ള ആദ്യ കടന്നുവരവ്. വേദിയിലെത്തിയാൽ മത്സരാർത്ഥികൾക്കും കാണികൾക്കുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി പകർന്നു നൽകുന്നതായിരുന്നു അവരുടെ അവതരണ ശൈലി. അവരുടെ സൗന്ദര്യവും ചടുലതയും കഴിവും അവരോടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടവും തിരിച്ചറിഞ്ഞ സംവിധായകൻ സലീം അഹമ്മദ് തന്റെ ചിത്രമായ പത്തേമാരിയിൽ മമ്മൂട്ടിയുടെ നായികയായി അവരെ കാസ്റ്റ് ചെയ്യുന്നു. ഒരു ഗൾഫുകാരന്റെ ഭാര്യയായ നളിനി എന്ന വീട്ടമ്മയുടെ വേഷമാണ് ജുവൽ മേരി ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ആദ്യ ചിത്രത്തിലെ മമ്മൂട്ടിയോടൊപ്പമുള്ള അഭിനയം മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കണം മറ്റൊരു ചിത്രമായ ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിലേക്ക് അവരെ കാസ്റ്റ് ചെയ്തത്. ഏറെ പ്രതീക്ഷയോടെ റിലീസ് ചെയ്തതാണെങ്കിലും കടുത്ത പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. തുടർന്നും പല ചിത്രങ്ങളിലും വേഷമിട്ടു എങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള ഹിറ്റുകളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. എന്നാൽ അവർ സിനിമയിലും ടെലിവിഷനിലുമൊക്കെ സജീവമായിരുന്നു. അവതാരക എന്ന നിലയിൽ അവർ വലിയൊരു വിജയം തന്നെയായിരുന്നു. മറ്റു ചിലരെ പോലെ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളെ കമന്റ് പറഞ്ഞ് വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഭംഗിയായി നിറവേറ്റുന്ന ഒരു അവതാരക. ഇതിനിടയിൽ ജുവൽ മേരിയിൽ ഒരു പ്രണയവും മുട്ടിട്ടു. ടെലിവിഷൻ ഷോകളുടെ പ്രൊഡ്യൂസറായ ജെൻസൺ സക്കറിയായിരുന്നു അയാൾ. ആ പ്രണയം വിവാഹത്തിൽ കലാശിച്ചു. ആദ്യകാലമൊക്കെ വലിയ രീതിയിലുള്ള സ്നേഹവും കരുതലും പരസ്പര വിശ്വാസവും ഒക്കെ വാരിക്കോരി ചൊരിഞ്ഞ് ജീവിതം മുന്നോട്ടു പോകവേ പതുക്കെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അങ്ങനെ പരസ്പരമായി മാനസികമായി അകലാനും തുടങ്ങി. അവസാനം ബന്ധം വേർപ്പെടുത്താൻ കോടതി കയറി. വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ബന്ധം വേർപ്പെടുത്തിയതായി ജുവൽ മേരി തന്നെ പറയുന്നു. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മാനസിക പിരിമുറുക്കവും രോഗനിർണയവും രോഗാവസ്ഥയുമൊക്കെ അവരുടെ ജീവിതത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയതായി അവർ ഓർത്തെടുക്കുന്നുണ്ട്. വിവാഹമോചനം നടന്നു കിട്ടാൻ വർഷങ്ങളെടുത്തു. ആ സമയത്തുണ്ടായ സ്ട്രെസ് ആയിരിക്കാം രോഗത്തിന് കാരണമായതെന്ന് തോന്നാറുണ്ടെന്ന് അവർ പറയുന്നു. വിവാഹമോചനത്തിന്റെ ഭാഗമായി നടന്ന കൗൺസിലിംഗിന് ചെന്നപ്പോൾ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട്. ഒരു പുരുഷനായിരുന്നു കൗൺസിലിംഗ് നടത്തിയത്. അനാവശ്യ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചതൊക്കെയും. ഒരു വെർബൽ പീഡനമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ തിരിച്ചു ചോദിച്ചു, ഇതൊക്കെ അനാവശ്യ ചോദ്യമല്ലേ എന്ന്. എന്നാൽ വിദ്യാഭ്യാസവും അറിവുമില്ലാത്ത എത്രയോ പേർ അവിടെ വന്ന് പോകുന്നുണ്ട്. അതിൽ തിരിച്ചു ചോദിക്കാൻ ആർജവം ഇല്ലാത്തവരും ഉണ്ടാകില്ലേ എന്നും ആലപ്പി അഷ്റഫ്.
ജുവൽ മേരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരത് അമ്മയോടാണ് ആദ്യം സൂചിപ്പിച്ചത്. എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ അമ്മയും പറഞ്ഞു, എല്ലാം ശരിയാകും, പ്രാർത്ഥിക്കാമെന്ന്. എന്നാൽ അനുജത്തിയാകട്ടെ കാര്യങ്ങൾ കേട്ടപ്പോൾ നീ ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ അനുജത്തി അച്ഛനമ്മമാരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ 3 വർഷമാണ് മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി കഷ്ടപ്പെട്ടത്. അവർ പറയുന്നു, പൊരുത്തപ്പെട്ടു പോകാൻ ഒരുപാട് ശ്രമിച്ചതിനു ശേഷമാണ് വിവാഹമോചനം എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. 2021 മുതൽ സെപ്പറേറ്റഡ് ആണ്. സമാധാനമില്ലാത്ത വിവാഹ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഇരുളടങ്ങിയിരിക്കും. അതിന് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. എന്ത് വില കൊടുത്തും കുടുംബമെന്ന പവിത്രമായ കാഴ്ചപ്പാട് സംരക്ഷിക്കണമെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നതെന്നും അതിനായി നമ്മുടെ ആരോഗ്യം, മാനസികാരോഗ്യം, വ്യക്തിത്വം എന്നിവയെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ആരോഗ്യപരമായ കുടുംബജീവിതം എങ്ങനെ ഉണ്ടാക്കണമെന്നോ അതെങ്ങനെ നിലനിർത്തണമെന്നോ ആരും പഠിപ്പിക്കാറില്ല. ജുവൽ മേരിയുടെ ഈ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കാത്തവരും ഉണ്ടാകാം. കാരണം കുടുംബമെന്ന സാമൂഹ്യ സങ്കല്പം എഴുതി പഠിപ്പിക്കുന്നതോ പറഞ്ഞു പഠിപ്പിക്കുന്നതോ അല്ല. അത് കണ്ടു വളരുന്നതും കേട്ടു വളരുന്നതുമാണ്. ഈ സങ്കല്പം കെട്ടുറപ്പോടെ നിലനിൽക്കണമെങ്കിൽ പരസ്പര വിശ്വാസവും പരസ്പരമുള്ള ബഹുമാനവും പരസ്പരമുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടായേ മതിയാകൂ. 2 വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന 2 സ്വഭാവക്കാരാണ് ഒന്നാവുന്നത്. ഇവിടെ ഒരാൾ അഗ്നിയായാൽ മറ്റേയാൾ വെള്ളമാകേണ്ടതാണ്. ഇല്ലെങ്കിൽ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ക്യാൻസർ കണ്ടെത്തിയതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒറ്റയ്ക്കുള്ള ഒരു വിദേശയാത്രയൊക്കെ കഴിഞ്ഞ് തൈറോയ്ഡ് ചെക്കിങ്ങിനായി ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴാണ് സ്കാനിംഗ് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നത്. റിസൾട്ട് കണ്ടപ്പോൾ അന്ന് തന്നെ ബയോപ്സി എടുക്കാൻ നിർദ്ദേശിച്ചു. നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഡോക്ടർമാരുടെ സംസാരത്തിനിടയിൽ നോഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടപ്പോൾ സംഗതി പന്തികേടാണെന്ന് മനസ്സിലായി. ബയോപ്സി എന്നതുകൂടി കേട്ടപ്പോൾ എൻ്റെ കാലൊക്കെ നിലത്തുറഞ്ഞതുപോലെ തോന്നി. 15 ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടി ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി. ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു, സർജറി ഉടൻ ചെയ്യണമെന്ന്. സർജറി നടത്തി തൈറോയിഡിന് ചുറ്റുമുള്ള നോഡ്യൂളുകൾ മുഴുവൻ നീക്കം ചെയ്തു. സർജറിക്ക് ശേഷം ഒരുപാട് പ്രശ്നങ്ങളുമായി യുദ്ധകളത്തിലായിരുന്നു. ഇടതുകൈ ഉയർത്താൻ കഴിയുന്നില്ല. ശബ്ദം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു. പിന്നീട് അങ്ങോട്ട് ഫിസിയോതെറാപ്പിയുടെയും എക്സർസൈസിൻ്റെയും വോയിസ് റെസ്റ്റിൻ്റെയും ഒക്കെ കാലമായിരുന്നു. 1.5 മാസം കഴിഞ്ഞാണ് ശബ്ദം തിരികെ കിട്ടിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശരീരത്ത് വന്ന മാറ്റങ്ങൾ, മുഖത്തു വന്ന മാറ്റങ്ങൾ എന്നെ സങ്കടപ്പെടുത്തുന്നു. കഴുത്തിൻ്റെ ഭംഗി നഷ്ടമായി. കഴുത്തിലെ സെൻസേഷൻ തിരിച്ചു വന്നിട്ടില്ല. തൊട്ടാൽ അറിയില്ല. അവിടെ ഒരു തരിപ്പ് മാത്രമേ ഉള്ളൂ. ഇതാണ് ജുവൽ മേരിയുടെ അതിജീവനത്തിൻ്റെ കഥ. ഇനിയിപ്പോൾ സഹതാപമല്ല അവർക്ക് ആവശ്യം. അവരുടെ കരിയർ മെച്ചപ്പെടുത്താൻ അവരെ പഴയതുപോലെ ചേർത്തു നിർത്തി ആരെങ്കിലും അണിയറയിലും അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരുടെ മുന്നോട്ടുള്ള ജീവിത വഴികൾക്ക് വെളിച്ചമേകാൻ ടെലിവിഷൻകാരും സിനിമാക്കാരും അവരെ ഒപ്പം കൂട്ടേണ്ടതാണെന്നും ആലപ്പി അഷ്റഫ് അഭ്യർത്ഥിക്കുന്നു.